ഹലോ, നമസ്കാരം. ഞാനിന്ന് ഷോപ്പിങ്ങിന് വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഏതായാലും നിങ്ങളെയും കൂടി ഒന്ന് കൂട്ടാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് താഴത്തൊരു ഗരാജുണ്ട്. അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ അതെല്ലാം നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമല്ലോ എന്ന് വിചാരിച്ചു. ഇതാണ് നിങ്ങളുടെ ഗരാജ്. ഇതാണ് നമ്മുടെ വണ്ടി. ഈ യാത്രകളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഥയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകാമല്ലോ. അപ്പോൾ നമുക്ക് യാത്രയാവാം. മാസ്ക് ഒക്കെ ഇട്ടിട്ട് വേണം ഓടിക്കാൻ. പക്ഷേ ചെറിയ ദൂരമൊക്കെ ആകുമ്പോഴത്തേക്ക് മാസ്ക് ഉണ്ട് എൻ്റെ അടുത്ത്. മാസ്കൊക്കെ 2-3 മാസ്ക് ഓൾറെഡി ഇവിടെ സ്റ്റോക്ക്. അപ്പോൾ അതിന് ഡിസ്പോസിബിൾ എപ്പോഴും ഉപയോഗിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഓരോ പോക്കിൽ ഡിസ്പോസിബിൾ കളയേണ്ടി വരും. അപ്പോൾ റീയൂസബിൾ ഒരു മാസ്ക് ഉണ്ട്, അതെടുത്തിട്ടാണ് മിക്കപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉച്ചക്ക് ഗ്രോസറി മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അധികം തിരക്ക് കാണത്തില്ല. നമുക്ക് വേഗം പോയി വാങ്ങിച്ചുകൊണ്ട് വരാം. അല്ലെങ്കിൽ പിന്നെ ക്യൂവിൽ നിൽക്കണം, അതൊരു ബുദ്ധിമുട്ടാണ്. ഇവിടെ സാധാരണ പോകുന്നത് 2-3 ഷോപ്പുണ്ട്. ഒരു ഇന്ത്യൻ സ്റ്റോർ, പിന്നെ ഒരു ഹോൾ ഫുഡ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റോറ്, പിന്നെ കുറച്ചങ്ങ് പോയൊരു ട്രേഡേഴ്സ് ജോയ് എന്നും പറഞ്ഞൊരു സ്റ്റോറുണ്ട്. ട്രേഡേഴ്സ് ജോയിൽ കൂടുതലും നമുക്ക് നല്ല ക്വാളിറ്റി സംഗതി കുറച്ച് മീഡിയം റേറ്റിൽ കിട്ടും. ഹോൾ ഫുഡ്സ് കുറച്ച് കോസ്റ്റ്ലിയാണ്. പിന്നെ ഇന്ത്യൻ സ്റ്റോർ നമ്മുടെ ഉള്ള റൊട്ടിയും ചപ്പാത്തിയും പൊറോട്ടയും അരിപ്പൊടിയും അരിമാവ കിട്ടുന്ന സ്ഥലം. പക്ഷെ അവിടെ നോൺ വെജ് കിട്ടത്തില്ല. നോൺ വെജിന് ഹോൾ ഫുഡ്സോ ട്രേഡേഴ്സ് ജോയോ പോകണം. അപ്പം ഞാനൊന്ന് വിചാരിച്ച് എവിടെയാണോ തിരക്ക് ഇല്ലാത്തത്, അല്ലെങ്കിൽ മിക്കപ്പോഴും നമ്മൾ ക്യൂ നിൽക്കണം റൂട്ടിൽ, അല്ലെങ്കിൽ അവരെ പുറത്ത് നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ ക്യൂ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് നിൽക്കാൻ വയ്യല്ലോ, മടിയനല്ലേ. ഇപ്പം മടിയന്മാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. ഇതങ്ങ് നേരെ കാണുന്നതാണ് റീഗൽ എന്നും പറഞ്ഞൊരു സിനിമാ തിയേറ്റർ ഉണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റ് നടന്നാൽ അപ്പോൾ നമ്മൾ ഇറങ്ങി തിരിഞ്ഞ് നേരെ കാണും. ഇങ്ങ് കാണുന്നില്ലേ, അതാണ് റീഗൽ സിനിമാസ്. അവിടെ ഒരു കോംപ്ലക്സ് ഒക്കെ ഉണ്ട്, ഷോപ്പിംഗ് കോംപ്ലക്സും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നമുക്ക് കിട്ടും. പക്ഷെ ഫുഡ് തിങ്സ് ഇങ്ങനത്തെ ഗ്രോസറീസ് ഒന്നും അവിടെ ഇല്ല. അല്ലാത്തത് അതിനിടയിൽ എനിക്ക് എക്വേറിയം കുറച്ച് ഹോബിയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അവിടെ ഒരു പെറ്റ് സ്റ്റോർ ഉണ്ട്. ആ പെറ്റ് സ്റ്റോറിൽ പോകണം. പക്ഷേ നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിലേ നമുക്ക് അവിടെ പോയിട്ട് അങ്ങനെ ഇടാൻ പറ്റില്ല. ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ക്യാമറ കൊണ്ട് എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ക്യാമറ എൻട്രി ഇല്ലാത്ത പല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിന്ന് പൊതുവേ വെറുതെ വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോൾ എപ്പോഴും ഞാൻ ഓർക്കും ഈ സ്ഥലം ഞാൻ പോകുന്ന എവിടെയാണ്, എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് എടുക്കണം എന്നൊക്കെ. ഈ ലോക്കലി ഇന്ന് നടക്കുമ്പോഴത്തേക്ക് ഒക്കെ ഇതെടുക്കാം വിചാരിച്ചു. നമ്മൾ സാധാരണ ഇന്ത്യൻ റോഡ്സിൽ ഓടിക്കുന്ന പോലെ അല്ല ഇവിടെ ഓടിക്കുമ്പോഴത്തേക്ക് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞ സംഗതി ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ റൈറ്റ് സൈഡിലേക്ക് ഇട്ടാലും നമ്മൾ തിരിഞ്ഞിങ്ങനെ നോക്കും. അപ്പോൾ നിങ്ങൾ ശരിക്കും ഞാൻ ആരെയാണ് ഈ നോക്കുന്നതെന്ന്. നമുക്ക് എപ്പോഴും ഒരു ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞ സാധനം എല്ലാ വണ്ടിക്കും എല്ലായിടത്തും ഉണ്ട് ബ്ലൈൻഡ് സ്പോട്ട് ഇഷ്യൂസ്. പക്ഷെ ഇവിടെ അത് വളരെയധികം ശ്രദ്ധിക്കണം. കാര്യം കുറച്ച് ഗ്യാപ്പിലായിട്ടാണ് ഇവിടെ വാഹനങ്ങൾ പോകുന്നത്.
അപ്പോൾ അടുത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് അറിയത്തില്ല. പക്ഷെ കുറച്ച് ദൂരമാണ് വണ്ടികളെങ്കിൽ പൊതുവെ ബ്ലൈൻഡ് സ്പോട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ റൈറ്റിലേക്ക് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും ഒന്ന് കാര്യമായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയിട്ടേ എടുക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ പോകുന്നത് ട്രേഡേഴ്സ് ജോയി പോവാം. ട്രേഡേഴ്സ് ജോയി പോയിട്ട് അവിടെ പുറത്ത് നോക്കി അറിയാം ക്യൂ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ ക്യൂ ഉണ്ടെങ്കിൽ ഞാനവിടെ കയറില്ല. ഇപ്പം നമ്മൾ ഈ കയറുന്ന ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടിയാണ് ഫ്രീ വേ പോകുന്നത്. ഫ്രീ വേ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ദൂരെ വണ്ടികൾ ഇങ്ങനെ നിരനിരയായിട്ട് പോകുന്ന ഫ്രീ വേസ്. ഇപ്പോൾ ആദ്യത്തെ ഇവിടെ എക്സിറ്റ് ഉണ്ടായിരുന്നു. ആ എക്സിറ്റ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പല അടുത്തടുത്ത കൗണ്ടീസിലോട്ടൊക്കെ പോകാൻ ഇപ്പോൾ ഇത് കുറച്ച് മുമ്പിൽ എക്സിറ്റ് ഉണ്ടായിരുന്നു. ആ എക്സിറ്റ് ഇറങ്ങി അല്ലെങ്കിൽ ഇത് മുമ്പിൽ കാണുന്ന ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട്. ഇപ്പോൾ ആ കാർ റൈറ്റ് സൈഡിലെ കാർ പോകുന്ന എക്സിറ്റ് ആണ്. ആ എക്സിറ്റ് പോകുന്നത് ലെഫ്റ്റ് സൈഡിലേക്കും ആദ്യത്തെ എക്സിറ്റ് പോകുന്നത് റൈറ്റ് സൈഡിലേക്കും. ഇപ്പൊ ട്രക്ക് കയറി വരും എക്സിറ്റിൽ നിന്ന് ഇങ്ങനത്തെ സ്മോളർ റോഡ്സിലേക്ക് അല്ലെങ്കിൽ സിറ്റി റോഡ്സിലേക്ക് കയറുന്ന വണ്ടികളാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് വരും. അതപ്പുറത്തുള്ള വണ്ടി നോക്കുന്നതാണ്. അല്ലെങ്കിൽ അത് നമ്മൾ കണ്ണേറ്റിട്ടുണ്ടെങ്കിലേ ഈ വരയെ കൂടി തന്നെ ഓടിക്കണം. ഇനി വരയെ കൂടി ഓടിച്ചിട്ട് അവന്മാർക്ക് ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒരു ടിക്കറ്റ് കിട്ടും. വര മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവന്മാർക്ക് അത്ര പിടിച്ചെന്ന് വരില്ല. ഇതാണ് വേറൊരു ഷോപ്പിംഗ് ഏരിയ. ഞാൻ ഉദ്ദേശിച്ച ട്രേഡേഴ്സ് ജോയ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അത്യാവശ്യം ഇന്ന് തിരക്കില്ല. ട്രേഡേഴ്സ് ജോയ് കയറാം. പാർക്കിങ്ങിന് സ്ഥലം കണ്ടുപിടിക്കട്ടെ. ഇവർ കയറുന്ന സ്ഥലമാണ് ലെഫ്റ്റ് സൈഡിൽ. 3-4 പേരേ ഉള്ളൂ ഇന്നോടെ കയറാം. ഏതായാലും പക്ഷെ ഞാൻ ക്യാമറ ഏതായാലും അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. കാര്യം അവർ സമ്മതിക്കില്ല ഈ സമയത്ത്. ചില സമയത്തൊക്കെ പിന്നെ നമ്മൾ അവരുടെ റിക്വസ്റ്റ് ഒക്കെ എടുക്കേണ്ടി വരും. നമ്മൾ ട്രേഡേഴ്സ് ജോയ് കയറി വരാം. ഇനി നമ്മൾ നേരെ പോകുന്നതൊരു പെറ്റ് സ്റ്റോർസിലേക്കാണ്. പെറ്റ് സ്റ്റോറിൽ പോയിട്ട് എനിക്ക് 2-3 ഫിഷ് നോക്കണം. അപ്പം അത് സെയിം കോമ്പൗണ്ടിൽ തന്നെയാണ്, ഈ ക്യാമ്പസിൽ തന്നെയാണ്. ഇവിടെ 2-3 കട കഴിഞ്ഞത് ആ കോർണറിലാണ്. അപ്പം അവിടെ പോയിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ഇറക്കത്തിലെല്ലാം കൂടെ അങ്ങോട്ട് തീർക്കുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ സ്റ്റോറിലേക്കും. ഇവിടെയൊക്കെ നമ്മൾ ആരെങ്കിലും പെഡസ്ട്രിയൻസ് ഏതെങ്കിലും സൈഡിൽ കൂടി പോകണമെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർത്തി കൊടുക്കും. അവരാ വണ്ടിയുടെ ഒരു 3 മീറ്ററിലെ സ്ഥലത്തൊക്കെ പോയ ശേഷം മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ വെറുതെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനൊരു കാരണം വേണമല്ലോ. എന്തിന് ഒരു കണ്ണ് തെറ്റിട്ടുണ്ടെങ്കിലേ ഇവരാരെങ്കിലും അതിലേക്ക് വരും. ഇപ്പോൾ ട്രേഡേഴ്സ് ജോയി പോയിട്ട് ഞാൻ പാല്, മുട്ട, പിന്നെ ഒരു ബീഫ്, ഇനിയിപ്പോൾ ഈ ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ വരെ പുറത്തിറങ്ങണ്ടല്ലോ. ഇവിടെ പാർക്കിംഗ് ഇല്ലേ?
ഒരു പാർക്കിംഗ് എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ സന്തോഷമായേനെ. പുറത്തോടുന്നുണ്ട് തോന്നുന്നുണ്ട്, നോക്കാം. സ്പോട്ട് ഇട്ടേക്കാം, ഇവിടെ എഴുതിയിട്ടുണ്ട് പാർക്കിംഗ് സ്പോട്ടാണെന്ന് തന്നെ. ഞാൻ പെറ്റ് സ്റ്റോറിൽ പോയെങ്കിലും ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല. അപ്പോൾ പിന്നെ വെറുതെ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതങ്ങ് വിട്ടു. പിന്നെ നമുക്ക് അടുത്തത് ഒരു ഇന്ത്യൻ സ്റ്റോർ ഉണ്ട്. ഇന്ത്യൻ സ്റ്റോറിൽ പോയാൽ നമ്മുടെ അത്യാവശ്യം തേങ്ങ, ചിരണ്ടിയ തേങ്ങ, ഗ്രേറ്റഡ് കോക്കനട്ടൊക്കെ കിട്ടും. അപ്പോൾ അതും കൂടി വാങ്ങിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. കാര്യം നമ്മൾ ഇങ്ങനെയുള്ള ചില സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്യാമറ ഇപ്പോൾ ചോദിച്ച് പെർമിഷൻ മേടിച്ചിട്ട് അകത്ത് കിട്ടുള്ളൂ. അപ്പോൾ അതൊരു ചെറിയൊരു പുലിവാലാണ്. പിന്നെ അവരവരുടെ മാനേജറിനെ വിളിക്കട്ടെ, ഞങ്ങൾ ചോദിക്കട്ടെ എന്തിന്. അപ്പോൾ നമ്മൾ എല്ലാത്തും നമ്മുടെ യാത്രകളൊക്കെ മാത്രം എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. നമ്മളിപ്പം നേരത്തെ ഒരു സിഗ്നൽ വന്നപ്പോഴത്തേക്ക് ഞാനങ്ങ് ഓർത്തു. അപ്പോൾ പറയാൻ പോയതാണ്, ഇവിടെ സിഗ്നലിനെ കുറിച്ച് പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾ റെഡ് ആണെങ്കിലും നമുക്ക് റൈറ്റിലേക്ക് എടുക്കാം. അപ്പോൾ റൈറ്റിലേക്ക് എടുക്കുമ്പോഴത്തേക്ക് ചില കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയോ എടുക്കണം. ഞാനത് കാണിക്കാനായിരുന്നു പോയത്. അപ്പം അങ്ങനെ അപ്പോൾ ഇവിടെ നിന്ന് വീട്ടിലേക്ക് 2 മൈൽ ഉണ്ട്. ഈ പറയുന്ന ഇവിടെയാണ് ഞങ്ങളുടെ മെഡിക്കൽ ഷോപ്പൊക്കെ ഉണ്ട്. ഇവിടെയാണ് നമുക്കിപ്പോൾ എല്ലായിടത്തും പോയിട്ട് മെഡിക്കൽ ഷോപ്പ് ഒരു മരുന്ന് മേടിക്കാൻ പറ്റില്ല. ഇവർ ഓൾറെഡി നമ്മുടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത. അപ്പം എനിക്കൊരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ എപ്പോഴും നോക്കുന്ന ഡോക്ടർ. ആ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ ആ പറയുന്ന ഫാർമസിയിൽ അങ്ങേര് അത് ഡയറക്റ്റ് ചെയ്യും. പിന്നെ ഫാർമസി നമ്മുടെ മെഡിസിൻ ഉണ്ടാക്കിയ ശേഷം നമ്മളെ വിളിക്കും ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട്. അത്ര എമർജൻസി ആണെങ്കിൽ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. എന്നാലും എനിക്ക് ഒരു പ്രാവശ്യം ഒരു അത്യാവശ്യം ഒരു മരുന്ന് ഇത് വന്നു. എന്നിട്ട് കൂടിയും അത് 2ാമത്തെ ദിവസമൊക്കെയാണ് കിട്ടിയത്. അപ്പം അതും അവിടെയായിരുന്നു. ആ CVS എന്ന് പറയുന്ന ഒരു മെഡിക്കൽ സ്റ്റോറുണ്ട്. അതിപ്പോൾ നമ്മൾ ഇറങ്ങി വന്ന ആ ക്യാമ്പസിനകത്തായിരുന്നു. അപ്പോൾ നമ്മൾ വന്ന വഴി തന്നെയാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് കയറി പോകുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ ഞാൻ ഫ്രീ വേ എന്ന് പറയുന്ന ആ ഫ്ലൈ ഓവറിൻ്റെ സിഗ്നലിൽ കിടക്കുക. കോവിഡ് പീരീഡൊക്കെ ആണെങ്കിലും ആൾക്കാരൊക്കെ അത്യാവശ്യത്തിനൊക്കെ പുറത്തു പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റോറിൽ ചെന്നപ്പോഴാണെങ്കിലും അവിടെയൊക്കെ ആവശ്യത്തിനും കൂടുതൽ ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു കൊറോണ പീരീഡിനേക്കാൾ കൂടുതൽ ആൾക്കാരിപ്പോൾ ഈ സമയത്ത് ഉണ്ട്. കാരണം നിങ്ങൾക്ക് കാണാമല്ലേ, ആ കാണുന്നുണ്ട് ആ ഫ്രീ വേ കൂടിയൊക്കെ ഇതിനടിയിൽ കൂടി ഇപ്പോൾ ഫ്രീ വേ ഓടുക. അതിനകത്തൊരു 6 ഒരു 12 ലൈനുള്ള ഒരു വഴിയാണ്. ചെറുതുൾപ്പെടെ എനിക്ക് തോന്നുന്നു 4, 8 ഒക്കെ ഉണ്ടാവും. ചില മെയിൻ ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ 10. നമ്മൾ ഇവിടെ നിന്ന് പോയിട്ട് ഇനി ഫസ്റ്റ് ഒരു ലെഫ്റ്റ് എടുക്കും. അങ്ങ് പോയിട്ട് ആ ലെഫ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോഴേ ഈ ലെഫ്റ്റ് ലൈനിൽ നിൽക്കണം. അപ്പോൾ ഞാനപ്പോൾ കാരണം ഈ ലെഫ്റ്റ് ലൈനിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ആ ലെഫ്റ്റിലേക്ക് കയറ്റാം. ഇപ്പോൾ അപ്പുറത്തെ 2-3 ലൈനിൽ അപ്പുറത്തായിരുന്നെങ്കിൽ നമ്മൾ പിന്നെ അവിടെ എത്തിയിട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റിലേക്ക് മാറണം. ഇവിടുന്ന് അടുത്ത് കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലൊരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ആ ഗ്രൗണ്ടിൽ
ഇപ്പോൾ സമ്മറാണ് ശരിക്കും. ഈ സമ്മറിൽ വെനസ്ഡേയ്സ് ആണോ തേഴ്സ്ഡേ ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, മറന്നുപോയി. കഴിഞ്ഞ വർഷം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ സമ്മറിലുള്ള 3 മാസം ഇവിടുത്തെ ലോക്കൽ ഫാമേഴ്സ് അവിടെ കൊണ്ടുവന്നിട്ട് അവരുടെ വെജിറ്റബിൾ പ്രൊഡ്യൂസ് എല്ലാം അവിടെ കൊണ്ടുപോയി വിൽക്കുകയൊക്കെ ചെയ്യും വൈകുന്നേരങ്ങളിൽ. പിന്നെ അന്ന് വൈകുന്നേരം അവിടെ കുറച്ച് പാർട്ടി എന്ന് പറഞ്ഞാൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. ഈ വർഷം ഞാൻ പോയിട്ടില്ല. ഈ വർഷം ഉണ്ട്, നടക്കുന്നുണ്ടത്. അപ്പോൾ അവിടെ പോയാൽ റേറ്റ് ഒന്നും വലിയ കുറവൊന്നുമില്ല, പക്ഷേ ഫ്രഷ് പ്രൊഡ്യൂസ് ഫ്രം ദ ഫാം അത് നമുക്ക് കിട്ടും. ഞാൻ പുറകിൽ കിടക്കുന്ന നമ്മുടെ ഭക്ഷണമൊക്കെ മറിഞ്ഞ മുട്ട പൊട്ടിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ആ വീഴ്ചക്ക് ചെല്ലം പറയാം മുട്ടയുടെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത്. ഞാനത് ഇവിടെ എടുത്ത് വെച്ചാൽ മതിയായിരുന്നു. നമ്മൾ നേരത്തെ ആ യെല്ലോ പെട്ടെന്ന് ഗ്രീൻ യെല്ലോ വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ചൊന്ന് ചവിട്ടിയില്ലേ, ആ ചവിട്ടിൽ അത് പൊട്ടിയിട്ടുണ്ടാവും. ഒരേ പണി കൊടുക്കും. പൊട്ടാതിരുന്നാൽ മതിയായിരുന്നു. ഇപ്പം നമ്മൾ അവിടെ നിന്നുള്ള എക്സ്ട്രീം റൈറ്റ് എടുത്തിരുന്നെങ്കിൽ ആ ലൈനിൽ കൂടി പോകണം. പിന്നെ നമ്മൾ ഇങ്ങോട്ട് ടക്ക് 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 എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് മാറ്റണം. അപ്പോൾ അതിലും നല്ലത് നമ്മളിപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ തമ്മിൽ ലെഫ്റ്റ് കയറാൻ കിട്ടും. ഇപ്പം ഏതെങ്കിലൊക്കെ വാഴല കപ്പ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ ഇവിടെ കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലത്ത് നേരത്തെ പോയ ട്രേഡേഴ്സ് ജോയിൽ വാഴലയും കപ്പയൊന്നും കിട്ടില്ല. കപ്പ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കാണാറുണ്ട് ചില സമയങ്ങളിൽ. അത് വാഴലയൊന്നും കിട്ടില്ല. ഇവിടെ നമുക്ക് കിട്ടും വാഴല. നമുക്ക് വാഴല വെച്ചിട്ട് ഇടയ്ക്ക് വല്ലതൊക്കെ ഉണ്ടാക്കണമെങ്കിലേ, ഒരു മീൻ പൊള്ളിച്ചതോ അല്ലെങ്കിൽ അടയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വാഴല തന്നെ വേണം. നമ്മൾ മലയാളികൾക്ക് ഈ പറഞ്ഞ കപ്പയും വാഴലയും ഇതൊന്നും ഇല്ലെങ്കിൽ പരിപാടി നടക്കില്ല. ട്രാഫിക്കിനൊന്നും ഒരു കുറവുമില്ല. ഈ ആൾക്കാരൊക്കെ എവിടെ പോകണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ ഉച്ച സമയത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കടകളിൽ തിരക്ക് കുറയുമെന്ന് വെച്ചിട്ട് ഉച്ച സമയത്ത് ഇറങ്ങുന്നത്. എന്നിട്ട് അവിടെ തിരക്ക് കുറയും. ഞാനിപ്പോൾ വാങ്ങിച്ചത് മുട്ട, പാല്, ബീഫ് ഇതൊക്കെ മേടിച്ചിട്ട് തന്നെ നല്ലൊരു സമയം പോയി അതിനകത്ത്. ഇവിടെയും തിരക്കാണല്ലോ. ഇത്രയൊന്നും വണ്ടി കാണാറില്ല ചില ഉച്ചകളിലൊക്കെ, ഉച്ച സമയത്തൊക്കെ വന്നാൽ. കൊറോണ എന്നൊക്കെ വെറുതെ പറയണമെന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയാൻ പാടില്ല. ഇത് കണ്ടില്ലേ, ഈ ആൾക്കാർക്കൊക്കെ വീട്ടിൽ കുത്തിരിക്കാൻ പാടില്ല. ഇന്ത്യൻ സ്റ്റോറിലെ പരിപാടി കഴിഞ്ഞു. ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് നമുക്ക് വേണ്ട, മലയാളികൾക്ക് വേണ്ടതായിട്ടുള്ളത് ഞാൻ വാങ്ങിച്ചത് എന്താ, തേങ്ങ ചിരണ്ടി, തേങ്ങാപ്പീര ഫ്രോസൺ കിട്ടും, അത് വാങ്ങിച്ചു. പിന്നെ പച്ചമുളക്, വേപ്പല, പിന്നെന്തുവാ മേടിച്ചേ, വേപ്പല, ആൾക്കാരൊക്കെ പോട്ടെ, വേപ്പല, പിന്നെ പഴം, പിന്നെ തൈര്. ഇത്ര മേടിച്ചു. തൈര് സാധാരണ വീട്ടിലിടുന്നതാണ്. ഇപ്പോൾ അതിന് ഇന്ന് കുറച്ച് തീർന്നില്ല. അത് ഉറയൊഴിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടല്ലേ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എവിടെ സൈഡ് നോക്കുകയാണേ. അപ്പോൾ അതുകൊണ്ട് തൈര് മേടിച്ചു. ഇവിടെയൊക്കെ ഈ ക്യാമ്പസിൽ വൈകുന്നേരങ്ങളിൽ
ഈ ഡാൻസ്, കരാട്ടെ, സിനിമാറ്റിക് ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്നൊരു സ്ഥലമാണ്. പക്ഷേ കാര്യമായിട്ട് ഇപ്പോൾ അതൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ ഒരു 2-3 മാസമായിട്ട് ഇതെല്ലാം അടച്ചുപൂട്ടിയിട്ടിരിക്കുക. അല്ലെങ്കിൽ ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ നല്ല രസമായിരിക്കും. കുറച്ച് നോർത്ത് ഇന്ത്യൻ ക്രൗഡ്സ് ആണ് കൂടുതലുള്ളത്. എന്നാലും രസമായിരുന്നു. ഇപ്പോൾ ഒരു ശാന്തമാണ് പൊതുവെ. ഞാനിപ്പോൾ എപ്പോഴും വീട്ടിൽ പോകുന്നത് എപ്പോഴും വീട്ടിൽ പോകുന്നപ്പോൾ നേരെ എടുക്കാം. വീട്ടിൽ പോകുന്ന ലെഫ്റ്റ് എടുത്ത് ഒറ്റ പോക്ക് പോകും. പക്ഷെ ഇപ്രാവശ്യം നേരെ ഒന്ന് ഓടിക്കാം. നേരെ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വഴി, അതായത് നമ്മൾ സെപ്പറേറ്റ് ഇതിപ്പോൾ സ്ട്രെയിറ്റ് റോഡ് ലെഫ്റ്റ് എടുത്ത് അവിടെ റൈറ്റ് എടുത്താൽ നമ്മുടെ വീടായി. പക്ഷെ നേരെ പോവാം. ഇതിനത് ആലോചിച്ചത്. അപ്പോൾ ആ ട്രാക്കിൽ കയറ്റിയിരുന്നെങ്കിൽ നേരെ പോകാമായിരുന്നല്ലോ എന്ന് ഓർത്തു. അപ്പോൾ നേരെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വീടുകളും ആ ഏരിയയൊക്കെ കാണാൻ പറ്റും. പൊതുവെ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഇൻഡിവിജ്വൽ വീടുകളാണ് ഇതെല്ലാം. അപ്പോൾ ഈ കാണുന്നതെല്ലാം ഓരോ വീടുകളും ഇൻഡിപെൻഡൻ്റ്, അവരുടെ ഗരാജ് താഴത്ത് തന്നെ ഉണ്ടാവും. ഇവിടേക്ക് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇന്ത്യൻസ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ അത് അങ്ങനത്തെ ഉള്ള ആൾക്കാർ കൊണ്ടല്ലാതെ ഫോറിനേഴ്സ് അല്ലെ, അമേരിക്കൻസ് മാത്രമല്ല ഇന്ത്യൻസും ഒക്കെ താമസിക്കുന്നുണ്ട്. നമ്മുടെ ഒരു അടുത്ത് പരിചയമുള്ളൊരു ഫാമിലി അവിടെ ഇവിടെ ഇന്നല്ല അപ്പുറത്തെ റോട്ടിൽ താമസിക്കുന്നുണ്ട്. ഇവിടുത്തെ പൊതുവെ വീടിൻ്റെ കൺസ്ട്രക്ഷൻസ് എല്ലാം മിക്കവാറും വുഡ് കൊണ്ടുള്ള കൺസ്ട്രക്ഷനാണ്. ബേസ് കോൺക്രീറ്റ് ഒക്കെ ആയിരിക്കും, പക്ഷേ അതിൻ്റെ മുകളിലേക്കുള്ളതെല്ലാം കംപ്രസ്ഡ് വുഡ്. അപ്പോൾ അത് നമ്മളിങ്ങനെ കൊട്ടി അറിയാൻ പറ്റും. ടക്ക് 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 ശബ്ദം കേൾക്കും. അങ്ങനത്തെ കൺസ്ട്രക്ഷൻസ്. അപ്പോൾ ശരിക്കും നേരെ പോയ നമ്മുടെ വീട്, ആ കാറിൽ നിന്ന് പോകുന്നത് ദൂരെ കാണുന്നതാണ് നമ്മുടെ ഏരിയ. ഞാൻ ചുമ്മാ വന്ന് ഒരു പ്രാവശ്യം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ അവരുടെ വീട്ടിൽ പോകാനൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്കൊക്കെ ആയിട്ട്. നമ്മുടെ വീടെത്തി. ഇതൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. ഇത് ഒരു 4 ഏക്കർ സ്ഥലം ഉണ്ടാവും. 4 ഏക്കർ അതിലേക്കുള്ളുണ്ട്. കാര്യം ഇപ്പം ഇതിന് ചുറ്റിനും ഞാൻ ചിലപ്പോഴൊക്കെ നടക്കാൻ പോകും. ദൂരെ പറ്റിയില്ല. അടുത്താണെങ്കിൽ ഇവിടെ അടുത്ത് ഇതിന് ചുറ്റിന് പോകും. ഒരു പാർക്കുണ്ട്, അവിടെ പോകാറുണ്ട് ചില ദിവസങ്ങളിലൊക്കെ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന് ചുറ്റിനും നടക്കും. അങ്ങനെ നടക്കുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ദിവസം ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യം റൗണ്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു 2 മൈലാവും. അപ്പോൾ അത്രയും ഉണ്ട് ഇതിൻ്റെ വിസ്തൃതി. അപ്പം 2-3 ഏക്കറൊന്നും കണ്ടാൽ പോരാ, അതിൽ കൂടുതലേ ഉണ്ട്. നേരെ കാണുന്നതാണ് ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ്. നേരെ കാണുന്ന അപ്പാർട്ട്മെൻറ്റ്. ഈ അപ്പാർട്ട്മെൻറ്റിൽ ബ്ലോക്കിൽ ഒരു 10 ഫാമിലി ഉണ്ടാവും. അങ്ങനെ ഓരോരോ ബ്ലോക്ക്സ് ഉണ്ട്. ഇത് അടുത്ത ബ്ലോക്ക്, അങ്ങനെ ഓരോരോ ബ്ലോക്ക്. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന 5060 എന്ന് പറയുന്ന ബ്ലോക്കാണ്. ആ ബ്ലോക്കിൽ 10 ഫാമിലി ഉണ്ട്. ഗ്ലെയർ അടച്ചാൽ കാണൂല്ലേ, വെയിലടിക്കുമ്പോൾ അവിടെ നിന്നൊന്നും കാണൂല. ഫ്രണ്ട് ബ്ലെങ് എന്ന് പറഞ്ഞിരിക്കും. ഇനിയിപ്പോൾ അടുത്ത ഒരു ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒന്ന് ഇറങ്ങും പുറത്ത്. എന്നാലും എൻ്റെ ഫിഷിന് പോയിട്ട് അത് കിട്ടിയില്ലല്ലോ
എന്നുള്ളതായിരുന്നു. കാര്യം എൻ്റെ അടുത്തൊരു 3 ടാങ്കുണ്ട്. ഒരു വലിയ ടാങ്കും, പിന്നെ വലുതെന്ന് വെച്ചാൽ ഒരു ഓസ്കാറിനുള്ള സ്പീഷീസ് ടാങ്ക്, പിന്നെ ഒരു പ്ലാന്റ് ടാങ്ക്, പിന്നെ പാറ്റിയോയിലൊരു പ്ലാന്റ്സിൻ്റെ ഒരു ടാങ്കുണ്ട്. അപ്പം അതിലേക്ക് കുറച്ച് ദിവസമായിട്ട് അത് കുറച്ച് ഒരു സുഖം കാണുന്നില്ല. അപ്പം അതിനകത്ത് 2-3 മീനെ കൂടെ പിടിച്ചിട്ടാൽ ബോറടിക്കണേ, എനിക്കും ബോറടിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യും? ശനി ഞായറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെയും പോകാനും പറ്റില്ല. അപ്പം അങ്ങനെയാണ്. അപ്പം ഇന്നത്തെ കലാപരിപാടി ഇവിടെ അവസാനിച്ചു. അപ്പോൾ ഇനി വരെ നന്ദി, നമസ്കാരം, ബൈ ബൈ. എന്തൊക്കെ എടുത്ത് മേടിക്കൊണ്ടു നോക്കട്ടെ. ഓക്കെ, ബൈ, താങ്ക് യു.